ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബേരഞ്ചൊളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പണ്ട് സിനിമ നടിയായിരുന്ന ഖുഷ്ബുവിന്റെ പേരിൽ തമിഴ്നാട്ടിലെ ആരാധകർ ഒരു അമ്പലം പണിതു. ആ അമ്പലം പണിത വാർത്ത കേട്ടപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ഈ തമിഴന്മാരെ കളിയാക്കിയായിരുന്നു. അവർ ഖുഷ്ബുവിനെ ദൈവമായിട്ട് കണ്ട് ചെയ്തതല്ല, ഖുഷ്ബുവിനോടുള്ള ആരാധന കൊണ്ട് അവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടുത്തെ ദേവിയായിട്ട് ഖുഷ്ബുവിനെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതായിരുന്നു സംഭവം. ഈ സംഭവം കണ്ടപ്പോൾ നമ്മൾ അന്ന് തമിഴന്മാരെന്ത് മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ്, ഇവർക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു രസകരം എന്നല്ല പറയേണ്ടത്, വഷളത്തരം അല്ലെങ്കിൽ അശ്ലീകരം എന്ന് പറയാവുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം കണ്ടു. അശ്ലീകരം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ആ അശ്ലീകരമല്ല, ഇത് മറ്റൊരു കാഴ്ചയാണ്. അത് തന്നെയാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട്? ദേവനന്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാലിൽ ഒരു അച്ഛനെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അച്ഛന്റെ പ്രായമുള്ള ഒരു വ്യക്തി. എനിക്ക് കണ്ടിട്ട് ഒരു അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരു വ്യക്തിയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ പ്രായത്തെ അധിക്ഷേപിച്ചതല്ല, ഒരു കമ്പാരിറ്റീവ്. ഇപ്പൊ നമ്മളും ഈ ഇരിപ്പൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ചേച്ചിമാരുടെ മക്കളൊക്കെ അവരൊക്കെ നമ്മൾ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്കിളെ എന്നൊക്കെ വിളിച്ച് പിടിച്ചു നിൽക്കുന്നതാണ്. അത്രയും പ്രായമുള്ള മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ കാലിൽ വീണ് നമസ്കരിക്കുന്നു. അതെന്താ ചെറിയ കുട്ടിയുടെ കാലിൽ വീണൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഴുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കാലിൽ ആരും വീഴാൻ പാടില്ല. അതിപ്പോൾ അച്ഛൻ്റെ കാലിലായാലും അമ്മയുടെ കാലിലായാലും ടീച്ചർമാരുടെ കാലിലായാലും കാർന്നവന്മാരുടെ കാലിലായാലും ആരുടെയും കാലിൽ ആരും വീഴേണ്ട ആവശ്യമില്ല. അത് എന്റർടൈൻ ചെയ്യുന്നത് തന്നെ മോശമായ ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ആനന്ദവും ബഹുമാനവും ഒക്കെ കണ്ടെത്തുന്നവരെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അതാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് തിരിച്ചറിയുന്ന കാലഘട്ടം വരെ അത് ശരിയായി തന്നെ അവർക്ക് ഇരിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ. ഞാനത് എന്റർടൈൻ ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഒരാളും ഒരാളുടെയും കാലിൽ വീഴാൻ പാടില്ല. ഞാനും ആരുടെയും കാലിൽ വീഴില്ല. എൻ്റെ കാലിൽ ആരും വീഴാൻ പാടില്ല. ഒരുമാതിരി അടിമത്തത്തിന്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവം, അല്ലെങ്കിൽ മറ്റയാളുടെ മേൽക്കോയ്മ, മറ്റയാൾ വലിയ ആളാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ആഭാസമായിട്ടാണ് ഞാൻ ഈ കാലിൽ വീഴുന്നതിനെ കാണുന്നത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ചില കുട്ടികൾ കാലിൽ തൊടാൻ വേണ്ടി വരും. കാരണം പാരന്റ്സ് അവർ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അവർ നമ്മളെ കാലിൽ വീഴാൻ വേണ്ടി വരും. നമ്മൾ കാലും വരച്ചുകൊണ്ട് ഓടണം, ആ അവസ്ഥയിലാണ്. അതെന്തേലും ആവട്ടെ, എൻ്റെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ ആരും ആരുടെയും കാലിൽ വീഴാൻ പാടില്ല. പക്ഷെ ഇവിടെ കാലിൽ വീണ സാഹചര്യം അതല്ല, ബഹുമാനം കൊണ്ട് വീണതല്ല, ഭക്തി കൊണ്ട് വീണതാണ്. ഭക്തി എന്നല്ല ഇതിനെ പറയേണ്ടത്, ബോധമില്ലായ്മ കൊണ്ട് വീണതെന്നാണ്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും നമ്മൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറയും. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. രാഷ്ട്രീയക്കാരൻ കൈവിട്ടാൽ മതം, മതം വിട്ടാൽ മതതീവ്രവാദം. എനിക്ക് തോന്നുന്നു പ്രാഞ്ചി ട്രാന്തസൈന്റ് എന്ന സിനിമയിലായിട്ടെന്നാണ് ആ ഡയലോഗ് ഉള്ളത്. അതേപോലെയാണ് അവസ്ഥ. എന്തെങ്കിലും ഒരു വിഷയത്തിൽ പിടിച്ചിരിക്കാൻ ഒന്നും കിട്ടിയില്ല, പിന്നെ മതത്തിനെ മതവികാരമൊക്കെ എടുത്തിട്ട് പിന്നെ ആരും ചോദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിചാരം. കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷൻ ചെയ്യണ്ടായിരുന്നു. ഇവിടെ മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ച ദേവനന്ദ, അതാണ് ഭക്തിയുടെ പിന്നിലുള്ള ചേതോ വികാരം. ആ സിനിമയോട് എനിക്കൊരു വിമർശനവുമില്ല. പക്ഷെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്ത രീതിയെ അന്നും ഇന്നും വിമർശിക്കുന്ന ആളാണ്. അതിനെ ഒരു മതപരിവേഷം കൊടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ ചിലർ നടത്തിയ ശ്രമം, അതിനെ അന്നും ഇന്നും വിമർശിക്കുന്നു. അത് വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ള പൂർണ്ണ ബോധ്യം ഇപ്പോഴുമുണ്ട്. അന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത്, ഉണ്ണിമുകുന്ദനാണ് ഏതോ ഒരു ആരാധികയായിട്ട് ഒരു പോസ്റ്റായിട്ട് ഞാൻ കണ്ടത്. ഇനിയുള്ള കാലഘട്ടം മുഴുവനും അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഭക്തരുടെ ഉണ്ണിൽ നിറയുന്ന മുഖം ഉണ്ണിയേട്ടന്റെ മുഖമായിരിക്കും എന്നൊക്കെ ഏതോ ഒരു ആരാധികയോ അങ്ങനെയൊക്കെ പറഞ്ഞായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അത് മൂത്ത് ഭ്രാന്തായതാണ് ഈ കാണുന്നത്. മറ്റൊന്നിൽ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക എന്നൊക്കെ പറയുന്നത് പോലെ ഇത് തന്നെയാണ് മാളികപ്പുറം എന്ന വിചാരമാണ് ആ അപ്പാപ്പനുള്ളത്. അതാണ് പുള്ളിക്കാരൻ കാലിൽ തൊട്ട് വണങ്ങുന്നത്. എന്ത് പൊട്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കി. പണ്ട് രാമായണ സീരിയൽ വളരെ പോപ്പുലറായിട്ട് ദൂരദർശനിൽ ഓടുന്ന സമയം, ആ സമയത്ത് സീതയായിട്ട് അഭിനയിച്ച സ്ത്രീ, അവരുടെ പേര് ദീപിക ചിഖ്ലിയ. അവരുടെ പേര് ദീപിക ചിഖ്ലിയ എന്നായിരുന്നു. അവര് തന്നെയാണ് സീതാദേവി എന്നായിരുന്നു കുറെ നാളത്തെ ആളുകളുടെ വിചാരം. ഇവരുടെ വീട്ടില് ഈ നടിയുടെ ദർശനം കിട്ടാൻ വേണ്ടി ആൾക്കാർ കാത്തു നിൽക്കായിരുന്നു. അത്രയും ഭക്തി മൂത്ത് പ്രാന്തായ ആൾക്കാർ അന്നുണ്ടായിരുന്നു. അതിൽപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഇപ്പൊ ഈ വന്ന് നിൽക്കുന്നത്. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കും? ഇതിപ്പോ മണ്ഡലകാലം കൂടിയാണല്ലോ, അപ്പോൾ ഒരു പ്രൊമോഷനും കൂടിയായി ഇത്തരം കാര്യങ്ങൾക്ക്. അതല്ലാതെ എന്താ പറയുക? അതുകൊണ്ടല്ലേ ഈ ഒരു വീഡിയോ എടുക്കുന്നതും ആ വീഡിയോ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതും ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർക്കും അറിയാം. ഈ കാണിച്ചു കൂട്ടുന്നത് മഹാ പൊഴത്തരമാണെന്നും പൊട്ടത്തരമാണെന്നും ഇത് പോസ്റ്റ് ചെയ്യുന്നവനറിയാം, കാണുന്നവർക്കറിയാം.
കാണുന്നവർ കുറെ പേർക്ക് അറിയാം, കുറെ പേർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അവരുടെ വിചാരം ദേവനന്ദ തന്നെയാണോ മാളികപ്പുറം എന്ന വിചാരമാണ്. ശബരിമലയിലെ വിശ്വാസം അനുസരിച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ളത് ദൈവം, നിങ്ങളുടെ ഉള്ളിലുള്ളതും ദൈവം എന്ന രീതിയിലാണ്. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊരു ചിന്തയുമില്ല. നിങ്ങളിലുള്ളതും മനുഷ്യൻ, എന്നിലുള്ളതും മനുഷ്യൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവനന്ദയുടെ കാലിൽ മാത്രമല്ല, തൊട്ടപ്പുറത്ത് ബാഡ്ജും കുത്തിക്കുന്ന ചേച്ചിയുടെ കാലിൽ വീഴാം. അതിനപ്പുറത്ത് ഒരു ചുരിദാറിട്ട ചേച്ചി നിൽക്കുന്നുണ്ട്, ഒരു നീല ഷർട്ടിട്ട ചേട്ടൻ നിൽക്കുന്നുണ്ട്, അവരുടെയൊക്കെ കാലിൽ വീഴാം. ഇവരുടെ ഉള്ളിലെല്ലാം കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണല്ലോ. ഇതിനൊക്കെ എന്താ പറയുന്നു മനസ്സിലായി. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും ഞങ്ങൾ അങ്ങോട്ട് അവഹേളിക്കുകയാണെന്ന് പറയും വിശ്വാസത്തെ. ഞങ്ങളുടെ മതത്തെ അവഹേളിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസത്തെ അവഹേളിക്കുന്നു. ഈ ഒരു വിക്ടിം കാർഡുമായിട്ട് ആളുകൾ ഇറങ്ങും. ഒരിക്കൽ ഒരു ടാക്സിന്റെ ആവശ്യത്തിന് എന്തോ ആയിട്ട് പ്രേം നസീറിന് ഒരു നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് ഇദ്ദേഹം കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിരാവിലെ തന്നെ അദ്ദേഹത്തെ കാണാൻ പുറപ്പെട്ടതാണ്. തിരിച്ച് അദ്ദേഹത്തിന് ഷൂട്ടിംഗ് യൂണിറ്റിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു. അകത്തെ ഉദ്യോഗസ്ഥൻ പൂജയിലാണ്, കുറേ നേരമായിട്ടും പുറത്തിറങ്ങുന്നില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി പ്രേം നസീർ അകത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഒരു ശ്രീകൃഷ്ണന്റെ രൂപത്തെ വെച്ച് ഇദ്ദേഹം ആരാധിക്കുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ടാക്സ് ഉദ്യോഗസ്ഥനോട്, നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥനോട് പ്രേം നസീർ പറഞ്ഞു, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ രൂപം അതെൻ്റെ ഫോട്ടോയാണ്. പ്രേം നസീർ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോയായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്ററിൽ എടുത്ത ഫോട്ടോയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ വാരികയിലൊക്കെ വന്ന ചിത്രമായിരിക്കാം. ആ ഫോട്ടോ അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഈ ദൈവത്തിന്റെ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്ന ആളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാകാം. അത് ദൈവത്തിന്റെ ചിത്രമായിട്ട് പ്രിന്റ് ചെയ്ത് കടകളിലെത്തി അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥൻ വാങ്ങിയതാവും. അതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ച കാര്യമാണ്. പിന്നീട് അദ്ദേഹം മാറ്റിയില്ലെന്നറിയില്ല. അത്തരം തിരുത്തൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ BGM ഇട്ട് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിക്കല്ല ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനിട്ടിരിക്കുന്ന ടൈറ്റിലാണ്, അയ്യോ മാളികപ്പുറം ദേവനന്ദയുടെ കാല് തൊട്ടുപണങ്ങുന്ന ഒരച്ഛനെ കണ്ടോ. കാണാൻ പറ്റിയ രംഗമാണല്ലോ. അതങ്ങോട്ട് എടുത്ത് പ്രൊമോട്ട് ചെയ്യുകയാണ്. ആൻഡ്രോ കുഞ്ഞപ്പൻ്റെ സിനിമയിൽ നെഞ്ച് പിളർന്ന് കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻഡ്രോ കുഞ്ഞപ്പൻ്റെ നെഞ്ചിലുള്ള മോണിറ്റർ ഡിസ്പ്ലേയിൽ ദൈവത്തിൻ്റെ രൂപം തെളിയും. ആളുകളപ്പം തന്നെ കൈകൂപ്പി നിൽക്കും. ഇതാണ് നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത്. അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ്. അതാരെങ്കിലുമൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതൊന്നുമല്ല എന്ന്. എന്തായാലും അതിൻ്റെ ചില കമൻറ്റുകൾ ആൾക്കാർ അതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കേരളം ഒരു ഭ്രാന്താലയം. ഭ്രാന്താലയം എന്ന ലെവലിലായിട്ടില്ല. ശരിയാണ്, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഭ്രാന്ത് തന്നെയാണ്. എന്നാലും പുഴത്തരമെന്നേ പറയുന്നുള്ളൂ. ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞാൽ പിന്നെ വേറെ കോൾ വരും. അത് എന്താണ് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. കൊച്ചിന് തന്നേക്കാൾ മെച്യൂരിറ്റി ഉണ്ടെന്ന് ആ അമ്മാവന് തോന്നിയതുണ്ടാകും. അത് ഈ പെൺകുട്ടിയുടെ സംസാരത്തോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വിമർശനമുണ്ട് പലർക്കും. ഇവർ വളരെ ക്ലാരിറ്റിയോടെയും വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഈ പെൺകുട്ടിക്ക് ഒരു അമ്മച്ചി വൈബ് ഉണ്ടെന്ന് ആളുകൾ നേരത്തെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിട്ട കമൻ്റ് ആയിരിക്കാം. ആരാണെന്ന് മനസ്സിലാക്കാൻ അവൻ്റെ കയ്യിലെ ചരട് തന്നെ ധാരാളമായിരുന്നു. പിന്നീട് ഒരുപാട് കമന്റ് ചരട് തന്നെ ധാരാളം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഒരുപക്ഷെ സംഘപരിവാർ പ്രവർത്തകരെ കളിയാക്കിക്കൊണ്ട് പറയുന്നതായിരിക്കും. വെറുതെ ഇയാളുടെ ഒരു പോഴത്തരം കൊണ്ട് വേറെ ആളുകളാണ് നാണം കെടേണ്ടി വരുന്നത്. എന്താ ചെയ്യുക? പച്ച കവള മടൽ വെട്ടിയടിക്കണം. വെട്ടിയടിച്ചില്ലെങ്കിലും ആ രീതിയിലൊരു താക്കീതെങ്കിലും ഇവർക്ക് കൊടുക്കണം, ഇമ്മാതിരി പോഴത്തരം കാണിക്കരുതെന്നുള്ളത്. അവസ്ഥ എന്താ ചെയ്യല്ലേ, ഇതൊക്കെ തന്നെ അവസ്ഥ. കയ്യിലെ ചരട് കണ്ടപ്പോൾ മനസ്സിലായി ബുദ്ധിക്കുറവ്. സംഗീം അയാൾ ചെയ്ത് കുറ്റം പറയാൻ പറ്റില്ല. വയസ്സിന് മൂത്തൊരു ബഹുമാനി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് വേറൊന്നുമല്ല, അപ്പൂപ്പനേക്കാൾ പ്രായമുള്ള അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ആ ഒരു കമൻ്റാണ്. ഈ പെൺകുട്ടിക്ക് നേരത്തെ ആ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ പറയുന്നത് ഈ കാണിക്കുന്ന പോഴത്തരമാണെന്നാണ്. എന്തായാലും ഈ വീഡിയോ ഇട്ടവൻ്റെ ഉദ്ദേശം നടന്നു. അവൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, മാളികപ്പുറം സെന്റിമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇതിൻ്റെ പിന്നാലെ വരും. പക്ഷേ തലക്ക് ബോധമുള്ള ആളുകളുണ്ട്. വിശ്വാസം തലക്ക് പിടിച്ച് ഭ്രാന്തായതാണെന്ന് അർജുൻ ശ്രീധർ പറയുന്നു. സത്യമാണ്, ഇത്തരം ഭ്രാന്ത് കാണിക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് ഭ്രാന്താണെന്ന് പറയാൻ കുറേ ആളുകളുള്ളത് തന്നെ സമാധാനം. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.